എടാ എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒരു ഭാഗത്ത് അരുങ്കൊല, മറ്റൊരു ഭാഗത്ത് കുറേ പേര് സംഘം ചേർന്ന് ഒരാളെ തല്ലിക്കൊല്ലുന്നു. എടാ ഒരു മരം വെട്ടിയാൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്ലക്കാർഡും പൊക്കിപ്പിടിച്ച് മാർച്ച് ചെയ്യുന്ന ഈ നാട്ടിൽ എന്തുകൊണ്ട് ആ മനുഷ്യർക്ക് സംരക്ഷണം കിട്ടുന്നില്ല? അതെ, ടീച്ചർമാർക്ക് പിള്ളേർ തല്ലിക്കൂടാ, കേസാവും കേട്ടോ. എന്നാൽ ഇവരുടെയൊക്കെ മാതാപിതാക്കന്മാർക്ക് ഇവരെ IAS ആക്കണം, IPS ആക്കണം, ഡോക്ടറാക്കണം. എടാ നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഓരോ ഉയർന്ന ഉദ്യോഗസ്ഥരും ഇന്ന് എവിടെയെങ്കിലൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് അവർ പഠിച്ച സ്കൂളിലെ ടീച്ചർമാർ നൽകിയ ശിക്ഷണവും തിരുത്തലും കൊണ്ട് മാത്രമാണ്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന നാടകത്തിന് എനിക്ക് ഒരു ഉത്തരമേ പറയാൻ പറ്റത്തുള്ളൂ. കേരള സാർ 100% ലിറ്ററസി സാർ. അന്നൊരാൾ കളിയാക്കി നമ്മുടെ കേരളത്തെ പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത് ചിന്തിക്കേണ്ട വാക്കുകളാണ്. ഇത്രയും സാക്ഷരതയും ഇത്രയും വിജ്ഞാനവുമുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു? ഇന്ന് നമ്മളെല്ലാവരും മതത്തിൻ്റെ പേരിൽ തർക്കിക്കുകയും കൊട്ടിക്കലാശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ മതങ്ങളെല്ലാം ഒന്നേ നമ്മോട് പറയുന്നുള്ളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന്. ഇന്ന് നമ്മൾ എന്തുകൊണ്ടും മറന്നുപോകുന്ന ഒരു ആപ്തവാക്യം, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എല്ലാ തെറ്റുകളും ക്ഷമിച്ചുകൊണ്ട് പുതിയൊരു കേരളത്തെ വാർത്തെടുക്കാം.